വെൽക്കം ടു അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പെഷ്യൽ ഇന്നലെ തടിയിലെ വെച്ചിട്ട് പറയാം. എന്താ പറ്റി പൂരടി കഴിഞ്ഞിരിക്കുകയാണ് ഞാനും നേടണം. എന്നാൽ രാത്രി തന്നെ പിണക്ക് മാറ്റിയിട്ട് കിടന്നു മാത്രം. കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ലൊരു വഴക്കുണ്ടാക്കി ഞങ്ങൾ രണ്ടാമത് കേട്ടോ. വഴക്കേക്ക് തോന്നി 2-3 ദിവസം എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ എൻ്റെ മനസ്സിലില്ല. പക്ഷെ എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് ഇന്നലെ മനസ്സിലായത് തല്ലൂട്ടത്തിനുള്ള ചാൻസ്. ഞാൻ പൊട്ടി. എനിക്ക് തീരെ വയ്യായിരുന്നു. 2 ദിവസമായിട്ട് നല്ല ജലദോഷവും തുമ്പലും കഫക്കെട്ടും പനി ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കൂടെ കിടക്കുമ്പോ എന്റെ ഭർത്താവിന് കിട്ടാണ്ടിരിക്കില്ലല്ലോ. നിങ്ങൾ അപ്പുറത്തെ റൂമിലല്ല എടുക്കുന്നത്, എന്റെ റൂമിലല്ല എടുക്കുന്നത്, എന്റെ കൂടെ അല്ല എടുക്കുന്നത്. ഞാൻ സത്യം ഒരു ലോകത്തൊരു ഒരു സത്യം ഇന്നലെ കാണാണ്ട് പോയ ആളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ ബോംബായിരുന്നു. നല്ല ബോംബ് തന്നെ ഞാനൊരു അഭ്യന്തര കുറ്റവാളിയാ. അങ്ങനെയല്ല. അയ്യോ ആ സിനിമ ഞാന് പറഞ്ഞു ഇന്നലെ ആ സിനിമ പോയിട്ട ആഭ്യന്തര കുറ്റവാളി ആസിഫ് അലിയുടെ ഒരു പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രൊമോഷനോ ഇല്ലാത്തൊരു സിനിമയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ പ്രൊമോഷനോ അതിൻ്റെ റിവ്യൂ ഒന്നും കേട്ടിട്ടില്ല. പക്ഷെ ഈ പ്രാവശ്യം കണ്ടതിൽ ഏറ്റവും അടിപൊളി സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടാ ആഭ്യന്തര കുറ്റവാളി. അത് വെച്ചിട്ടല്ല, അത് ആണുങ്ങൾക്ക് സപ്പോർട്ടുള്ള സിനിമ തന്നെയാണ്. അത് വിജയിപ്പിക്കേണ്ടതും ആളുകൾ തന്നെയാണ്. സത്യം പറയാം. എന്താ വെച്ചാൽ സത്യം ഇന്നത്തെ നാട്ടിൽ നടക്കുന്ന നിയമങ്ങളാണ്. എന്ത് ചെട്ടത്തരം പെണ്ണുകൾ ചെയ്താലും അവർക്ക് കൂടെ ആൾക്കാരും കോടതി നിയമമുണ്ടാവും. ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു കാലത്തോടെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. സത്യം കേട്ടോ. എന്താ വെച്ചാൽ എത്ര ആളുകളെ ഒരു പെണ്ണ് കാരണം മരിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും പ്രത്യേകിച്ച് ഒന്നും ആവണില്ല. പക്ഷെ ഒരാണ് മൂലം ഒരു പെണ്ണിനെ അങ്ങോട്ട് ആയനെ എന്താ പറയണ്ടതാണ്. ഇതിലേശയ്ക്ക് ജഗ്ഗിലേശയ്ക്കല്ല ആ കുട്ടിക്കാലെടുത്തോ അത് ഓട്ടയാ. ഫിൽറ്റർ ചെയ്തല്ലേ. ചായക്ക് മാത്രമല്ലോ എന്തൊന്നും ഉണ്ടാകുന്നിട്ട്. ആഭ്യന്തര കുറ്റവാളി അടിപൊളി സിനിമ കേട്ടോ. സൂപ്പർ സിനിമ. എന്താ വെച്ചാ ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമ. എനിക്ക് തോന്നുന്നു ഇപ്പൊ അടുത്ത് വെച്ച് കണ്ട കുറെ സിനിമകളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ കേട്ടോ ആസിഫ് അലിയൊക്കെ. അടിപൊളി. ആസിഫ് അലിനൊക്കെ കാണുമ്പോഴേ നമുക്കൊരു സാധാ ഒരു നോർമൽ നമുക്കൊരു സിനിമയുടെ ഫീലല്ല നമുക്ക് തരുന്നത്. ഒരു ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ആ ഒരു സിനിമയിൽ എടുത്തിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് നാച്ചുറലായിട്ട് ഇതിനെ കാണാനും ഒക്കെ നമുക്ക് ഇഷ്ടം തോന്നും. സത്യം ഇന്നലെ സിനിമയ്ക്ക് പോകുമ്പോഴേക്കും നല്ല തലവേദനയും കഫക്കെട്ടും മൂക്കടപ്പും ഒക്കെ ഉണ്ടെങ്കിലും ആ സിനിമ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല കേട്ടോ സത്യം പറഞ്ഞു. പക്ഷെ കണ്ടു വന്നപ്പോൾ ഉണ്ടല്ലോ ആസിഫ് അടിപൊളി സൂപ്പർ അഭിനയം. ആസിഫ് അലിയുടെ ആ ഒരു ക്യാരക്ടറും നമ്മള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആസിഫ് അലിനെ. എനിക്ക് ആസിഫ് അലിനെ ഓൾറെഡി ഇഷ്ടമാണെങ്കിലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമയില് കണ്ടോട് കൂടിയിട്ട്. എന്റെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളുടെ പേര് ഇപ്പൊ സിനിമ കേസ് കൊടുക്കാൻ പോണെങ്കിൽ ഒരു 20 കേസ് മിനിമം നിങ്ങളുടെ പേര് ഞാൻ കൊടുക്കേണ്ടി വരും. അയ്യോ ഒറ്റ കാര്യം പറഞ്ഞു. ഒരൊറ്റൊരു കാര്യം. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. പറഞ്ഞോ. ഒറ്റ കാര്യം പറഞ്ഞോ. അതായത് പറയേ. ആലോചിക്കല്ലേ. പറയേ. ഏതെങ്കിലും ഒരു കാര്യം 101 പറഞ്ഞാൽ 100 ബാക്കി പോട്ടെ. 101 ഒറ്റ കുറ്റം പറഞ്ഞാൽ
കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് മുതൽ പറയുകയാണെങ്കിൽ കുറെ 101 101 അങ്ങനെ എനിക്ക് 20 പോരാട്ടോ, ഒരു 10,000 കേസിന് ഞാൻ 2 പേർക്ക് കൊടുത്തിട്ട്. തൽക്കാലം ഇവിടെ രണ്ടാളെ കേസ് വാദിക്കാൻ ആൾക്കാരുണ്ടാവില്ല. അതല്ല, നല്ലൊരു കുനിറ്റനാന്ന് എനിക്ക് മനസ്സിലായി. നല്ല കുനിറ്റ് വെച്ചാൽ നല്ല കുനിറ്റ്. ഇവർക്കൊക്കെ ഓരോ കാര്യങ്ങൾ ഇവർ ചെയ്യുമ്പോഴൊന്നും ഞാൻ പിണങ്ങാറോ കുനിഷ്ടോ കാണിക്കാറില്ല കേട്ടാ. എന്താണെങ്കിലും അച്ഛനും മക്കൾക്ക് എടുത്തന്നെ ബാക്കി ഞാൻ മേടിക്കാറുള്ളൂ, എടുക്കാറുള്ളൂ കേട്ടാ. എന്തായാലും ഇപ്രാവശ്യം ഞാനൊരു മഞ്ഞസാരി ഇപ്പോഴല്ല, എനിക്ക് തോന്നുന്നു കുഞ്ഞിന്റെ കല്യാണ സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓൺലൈനിൽ, ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഒരു ഡ്രസ്സോ ഒരു സാധനം ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടില്ല ഇതുവരെ ജീവിതത്തിൽ. അപ്പോൾ ഒരു സാരി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഓൾറെഡി മഞ്ഞയും വയലറ്റും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്ത. അപ്പോൾ 2200 ഒരു സാരി കണ്ടു. അന്ന് തന്നെ ഞാൻ പൊന്നിനെ അയച്ചെടുത്തു, പൊന്നു ഈ സാരി എങ്ങനെയുണ്ട് നോക്കി വെക്കാണ്ട്. പിന്നെ അന്നൊന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത പിന്നെ ഞാൻ വിട്ടു, കുഞ്ഞിൻ്റെ കല്യാണം കാര്യം നടക്കാതെ അതങ്ങനെ വിട്ടു. പിന്നെ അത് റീസ്റ്റോക്ക് വന്നിട്ട് വീണ്ടും ആ സാരിയുടെ ഇത് വന്നപ്പോൾ ഞാനിങ്ങനെ തറവാട്ടിൽ വെച്ചിട്ട് കണ്ടത് കേട്ടോ. അപ്പോൾ അനിയത്തി ആ ഓൺലൈനിൽ നിന്ന് സാരി എടുത്തിട്ടുള്ളതാണ്, അവൾക്കറിയാം. എനിക്കിത് ഓൺലൈനായിട്ട് എങ്ങനെ സാരി ബുക്ക് ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഇതുവരെ എടുക്കാത്ത കാരണമായിരിക്കാം, എനിക്കതെങ്ങനെ ബുക്ക് ചെയ്യേണ്ടതൊന്നും എനിക്കറിയാത്തതാണ്. അനിയേട്ടൻ അനിയൻ്റെ അമ്മേടെ അടുത്തിരിക്കുമ്പോൾ അമ്മ സാക്ഷിയാ, അനിയേട്ടൻ ഈ സാരി ഇഷ്ടപ്പെട്ടിട്ട് നല്ല സാരി, അപ്പോൾ ഞാൻ ഇത് എടുക്കട്ടെ, അപ്പോൾ എത്ര രൂപ ഇത്ര രൂപ നീ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അനിയൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് അനിയൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യിപ്പിച്ച്. ഷർട്ടുകൾ ഇല്ല, ഉണ്ടാവാനില്ല. അനിയേട്ടൻ അങ്ങനെ എല്ലാം പറ്റി. ഷർട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോ ഒരാൾക്ക് ഇത് കുഞ്ഞിന്റെ ചെക്കന്റെ വീട്ടിൽ പോണ ഫംഗ്ഷൻ എല്ലാരും പുതിയ ഡ്രസ്സായിരുന്നു. അതിന് നോക്കിയാറേ ഞാൻ മാത്രം പഴയ സാരി എടുത്തു പോയത്. അപ്പോഴും അയ്യോ എല്ലാവരും ചോദിച്ചു അമ്മക്ക് സാരി എടുക്കല്ലേ, അമ്മക്ക് സാരി ഇല്ല, ആരും ചോദിച്ചില്ല. ഞാൻ ആരോടും വേണമെങ്കിലല്ലോ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് തല്ലൂട്ടം കൂടുമെന്ന് ചോദിച്ചു. പക്ഷെ വേറെ ഒന്നും വലിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ തല്ലുണ്ടാക്കിയത്. ഞാനങ്ങനെ ഞാൻ പറയാം, ഓൺലൈനിൽ നിന്ന് സാരി അനിയൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യിപ്പിച്ചു. പിന്നെ അത് കിട്ടി, ജാക്കറ്റ് അടിച്ചുകൊണ്ട് വെച്ചിട്ട്. അപ്പോൾ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, അതിനടുത്ത് പോകാനായിട്ടോ. അപ്പം ഞാൻ ഷർട്ട് എടുക്കാൻ ശനിയാഴ്ച പോയിട്ടാണ്. പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് പനി, ഛർദി, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് തീരെ വയ്യുന്നു. അപ്പോൾ പോവാന്ന് പറഞ്ഞപ്പോൾ അപ്പോഴേക്കും ഞാൻ കിടന്നപ്പോൾ എൻ്റെ വിചാരം ഷർട്ട് എടുക്കാൻ പോകണില്ല, കുഞ്ഞു കുട്ടികളെ പേണിങ്ങിയാന്ന് എൻ്റെ വിചാരം. അനിയനോട് ഞാൻ ഷർട്ടിനെ പറഞ്ഞിട്ട് ഈ വേണ്ട ഷർട്ട് പിന്നെ ഇപ്പോൾ ഒരു കല്യാണത്തിൽ പെട്ടിട്ട് പിന്നെ ഇടുമൊന്നുമില്ല, വേണ്ട അത് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതിനായിട്ട് വേണ്ട കഴിഞ്ഞിട്ടാവും. അപ്പം എനിക്ക് 10 ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടുകൊണ്ട് ഇനി വേണ്ട അതൊക്കെ ഞാൻ അങ്ങനെ ആവുമെന്ന് ചോദിച്ചിട്ട്. പക്ഷേ അത് മനസ്സിൽ വിഷമം, ഇങ്ങനെ ഒരു വിഷമം ഉണ്ടോയെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാനത് ഇതാക്കി. പിന്നെ ഉണ്ടല്ലോ പിറ്റേ ദിവസം ഞാൻ എൻ്റെ ചെറിയ ഭാഗത്തിൻ്റെ ഉള്ളിൽ വെക്കാട്ടോ. കല്യാണത്തിന് പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നു. കമ്മലുള്ള നേരത്തിൻ്റെ ഒരു ആശയം പറയണു, നിങ്ങൾക്കൊക്കെ പുതിയ ഡ്രസ്സ് ഇടാമല്ലോ, ബാക്കിയുള്ളവന് മാത്രം ഇപ്പോൾ പഴയ ഡ്രസ്സ് ഇട്ട് പോകാറില്ലെന്ന്. ദൈവമേ, അത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിലൊരു അടി കിട്ടിയ പോലെ കേട്ടപ്പോൾ ഞാൻ അനിയേട്ടാ, അപ്പം നീ ഉണ്ണി പിണങ്ങിയിട്ട് വന്ന് കിടന്ന കാര്യമില്ല, അല്ലെങ്കിൽ അന്ന് ഷർട്ട് എടുക്കാൻ. അപ്പം ഞാൻ അനിയേട്ടാ ഞാൻ പിണങ്ങിയിട്ടിലേക്ക് വൈകാത്തതുകൊണ്ടല്ല അത് അനിയേട്ട അന്ന് എന്താ ഉണ്ണാളെ ചൂഷണ മുന്നേ തുടയ്ക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടിച്ചോരിട്ട് തുടയ്ക്കുക, അപ്പോൾ ഉണ്ണാളെ കൊണ്ടാക്കി ഒന്ന് തുടച്ചാൽ മതി എന്ന് അനിയേട്ട പറഞ്ഞു. അതിന് ഞാൻ പിണങ്ങിന്ന് അനിയേട്ട് വിചാരിച്ചു. സത്യത്തിൽ ഇല്ലാട്ടോ, ഉണ്ണാളെ കൊണ്ടാക്കി വന്ന ശരിക്ക് ഭയങ്കര തലവേനയും മൂക്കടപ്പൊക്കെ വന്നപ്പോൾ ഞാൻ വന്ന് കിടന്നല്ലേ കഴിച്ചു. കിടന്നിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉണ്ണോളും കൊണ്ട് ഉണ്ണോള് വന്നതിന് ശേഷം നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോഴും അതിനായിട്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ വെച്ച് പിണക്കില്ല. പിന്നെ ഉണ്ടല്ലോ സാരിയൊക്കെ മാറി വന്നപ്പോൾ മൂപ്പര സ്വഭാവം മാറിയില്ലേ, പിണങ്ങി കുഞ്ഞു കുട്ടികളുടെ എന്ത് വേഗം ആ സാരിയൊക്കെ മാറിയിട്ടിട്ട് ചുരിദാർ, എൻ്റെ പഴയ ചുരിദാർ ഡ്രൈ ക്ലീൻ കഴിഞ്ഞിരിക്കുന്നത് അതെടുത്ത് ഇട്ടു. പക്ഷേ എന്നാൽ കല്യാണത്തിന് പോകാനും പറ്റിയ കല്യാണത്തിൻ്റെ മണ്ഡപം വരെ എത്തി. പക്ഷേ ഞങ്ങൾക്ക് രണ്ടാൾക്കും ആ സമയം എനിക്ക് ഭയങ്കര പനി, മൂക്കടഞ്ഞ് സംസാരിക്കും, ഒരാളെ കണ്ട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് വന്നു. അങ്ങനെ പൊന്നൂനെ അതിൽ മന്ത്രക്കോട്ട് ഉടുപ്പിക്കേണ്ട ഒരു വർക്ക് കൊണ്ട് പൊന്നൂനുണ്ടായിരുന്നു. അപ്പോൾ പൊന്നൂട്ടി പോയിട്ട് മന്ത്രക്കോട്ട് ഉടുപ്പിച്ചിട്ട് വന്നിട്ട് ആരും ഭക്ഷണം കഴിക്കാനോ ഒന്നിനും ഇറങ്ങില്ല, അത്രയ്ക്ക് വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ അതായിരുന്നു പിണക്കത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ട് നിസ്സാരമായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പക്ഷേ ചെറിയ കുട്ടികളെന്ന് ജസ്റ്റ് ഒന്ന് പിണങ്ങുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ ആഗ്രഹിച്ചെടുത്ത സാരിക്ക് ഉടുക്കാൻ പറ്റിയില്ല. ഞാൻ അങ്ങനെ ഒന്നും ആഗ്രഹിച്ച് മേടിക്കാറില്ല സത്യം പറഞ്ഞാൽ, അത് അന്വേഷണം അറിയാം.
പൊന്നൂൻ്റെ ഒക്കെ ഭയങ്കര വിഷമം. പൊന്നൂന് അമ്മ അങ്ങനെ ആഗ്രഹിച്ചു ഈ ഓൺലൈനിൽ നിന്ന് വരെ ലൈഫിൽ ഒരു സാധനം ഞാൻ എൻ്റെ ഇഷ്ടത്തിനെടുത്തില്ല. അന്വേട്ടം കൊണ്ടുപോയി മേടിച്ചില്ലെന്നല്ലാണ്ട്. പക്ഷേ അന്വേട്ടം പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഫീലായിട്ടാണ്. ഇപ്പം ഞങ്ങൾ സെറ്റായി. അത് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ടെൻഷനായി. അങ്ങനെ നമ്മുടെ കുണുക്കിക്ക് ഫുഡ് കൊടുത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇന്നലെ പച്ചക്കറികളിൽ പോയപ്പോൾ നല്ല മൂക്കാത്ത വെണ്ടക്കായ കണ്ടു കേട്ടോ. അപ്പോൾ ഒരു 1 കിലോ വെണ്ടക്കായ മേടിച്ചിട്ടുണ്ടായിരുന്നു. പൊന്നൂന് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അരിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അരിക്ക് സബോളയും പച്ചമുളകും അരിഞ്ഞിട്ടു കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് വെണ്ടക്കായ റോസ്റ്റ് ഉണ്ടാക്കാറ് കേട്ടോ. ഉപ്പേരി പോലെയല്ല, ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കാറ് കേട്ടോ. പക്ഷേ ഇവിടെ പൊന്നൂനും കുണുക്കിക്കൊക്കെ ഭയങ്കര കുണുക്കി കഴിക്കുമോ ഇല്ലയെന്ന് എനിക്ക് അറിയാത്തൊരു സംശയം. അവർ കഴിച്ചിട്ടില്ലായിരുന്നു വെണ്ടക്കായ ഉപ്പേരി. പൊന്നൂന് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പൊന്നു ഇതിൻ്റെ ഒന്നാമത്തെ അതുണ്ടെങ്കിൽ പൊന്നൂന് വേറെ കറികളൊന്നും വേണ്ട. അപ്പോൾ ചോദിച്ചു പൊന്നു ഉച്ചയ്ക്കാരാണ് പൊന്നൂന് ഇങ്ങനെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ അങ്ങനെ 2 ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടെ. എന്താ വെച്ചാൽ ഉണ്ണോൾക്ക് ഇത് പറ്റിയില്ലെങ്കിലോ. പക്ഷെ അത് കഴിക്കുന്നുണ്ടോയെന്നും നമുക്ക് നോക്കണം. എന്താ വെച്ചാൽ പച്ചക്കറിയൊക്കെ കഴിക്കണമല്ലോ ഉണ്ണോൾ. അങ്ങനെ നമ്മൾ ആ സബോളൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ കുറച്ച് കുത്തിമുളക് ഇട്ട് കൊടുത്തു കേട്ടോ. പച്ചമുളകിൻ്റെ എരിവുണ്ട്, പിന്നെ കുത്തിമുളക് ഇട്ടു, പിന്നെ കുറച്ച് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കുണുക്കിനും കുഴപ്പമില്ലാണ്ട് എരിവൊക്കെ കഴിക്കണം. കാരണം എനിക്കതിന് കുഴപ്പമില്ല കേട്ടോ. ചില കുട്ടികൾ തീരെ എരിവ് കഴിക്കില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിലുള്ളവർക്കും എരിവ് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. 2 തരമൊക്കെ ഉണ്ടാക്കണം. ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെയാണ് കഴിക്കണമെന്ന് വെച്ചാൽ അതേപോലെ ഞാൻ കുണിക്കും കാർത്തുമോള് കഴിക്കാം കേട്ടോ. കാർത്തുമോള് ഈ ഉപ്പേരി കൂട്ടിയിട്ട് ചോറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 1/2 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് നാളികേരം ചെരുകി വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. പക്ഷേ ഇത് ക്ഷമോടക്കനെ ഉണ്ടാക്കണം കേട്ടോ ഈ വെണ്ടക്ക റോസ്റ്റ്. എന്നാലും അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഒരുപാട് തീ കൂട്ടിയിടരുത്. ചെറിയ തീയിലിട്ടിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കണം. അത് കഴിഞ്ഞ് തുറന്ന് വെച്ചിട്ട് അതിങ്ങനെ ഒരു കൊഴുപ്പുണ്ടല്ലോ വെണ്ടക്കായ്ക്ക്, അത് പോകണ വഴിക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 3/4 വശം കൊഴുപ്പും പോയി കിട്ടും കേട്ടോ. അങ്ങനെ കേട്ടോ ഞങ്ങൾ വെണ്ടക്കായ ഉപ്പേരി ഉണ്ടാക്കുക. ഉപ്പേരിന്നോ വെണ്ടക്ക റോസ്റ്റെന്നോ എന്ത് വേണമെങ്കിൽ പറയാം കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റാട്ടോ. ഇതുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചോറും തൈരും ഇതും ഒരു ഉണക്കലൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറും കേട്ടോ. അങ്ങനെ നമ്മുടെ മുളകും പൊടിയൊക്കെ മൂത്ത് വന്നപ്പോൾ കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തു കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമായെങ്കിലും നമുക്ക് സ്കൂളിലേക്ക് ഭക്ഷണം കൊടുത്തേക്കാൻ എല്ലാ അമ്മമാർക്കും കൺഫ്യൂഷനാണ് എന്ത് മക്കൾക്ക് കൊടുത്തേക്കുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക, അവർ കഴിക്കുമോ ഇല്ലേ നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ കനം കുറഞ്ഞിട്ട് അരിഞ്ഞ വെണ്ടക്കായിട്ട് നല്ല ചള്ള് വെണ്ടക്കായ കനം കുറഞ്ഞതാണ്. നന്നാക്കണേക്കാളും മുന്നേ കഴുകി വാര വെച്ചിട്ട് വേണം കേട്ടോ നന്നാക്കണമെങ്കിൽ. അല്ലെങ്കിൽ അത് അരിഞ്ഞതിന് ശേഷം കഴുകി കഴിഞ്ഞാൽ അതിങ്ങനെ കൊഴുന്നിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ വെണ്ടക്കായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പതുക്കെ ഞാൻ ഇളക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സെറ്റ് ചെയ്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് മൂടി വെച്ചിട്ടൊരു 5 മിനിറ്റ് കഷ്ടി 5 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കുക. എന്നിട്ട് എന്താണെന്നുണ്ട് നന്നായി ഇതിങ്ങനെ കയ്യിലോണ്ട് കുത്തി പൊരിക്കണം കേട്ടോ. ഇങ്ങനെ പീസാക്കണം. അപ്പോഴാണ് അതിൻ്റെ റോസ്റ്റ് അങ്ങനെ ശരിക്കുണ്ടല്ലോ കൊത്തി പൊരിച്ച് നല്ല റോസ്റ്റ് പോലെ വരും. അത് ഈ ഒരു നിറമൊക്കെ മാറി നല്ല ബീഫ് റോസ്റ്റ് വരട്ടി വരുന്ന ഒരു നിറമില്ല അങ്ങനെ വരും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു പൊന്നൂനെ കയറുമ്പുണ്ടായിരിക്കുമ്പോൾ എനിക്കെല്ലാം ഭക്ഷണം പറ്റിയെന്നില്ല കേട്ടോ. ഞാൻ എന്നിട്ട് അന്വേൻ്റെ വീട്ടിലുള്ളപ്പോൾ വെണ്ടക്കായ മേടിച്ചിട്ട് എനിക്ക് മാത്രമായിട്ട് ഞാൻ ഇങ്ങനെ വെണ്ടക്കായ ഉപ്പേരി വെച്ച് കഴിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം എൻ്റെ പൊന്നൂനും ഈ വെണ്ടക്കായ ഉപ്പേരിയോട് ഇത്ര ഇഷ്ടം. അതായിരിക്കും കാരണം. മറ്റാർക്കും ഇത്ര ഇതല്ല. പൊന്നൂന് എല്ലാവരും കഴിക്കും. പക്ഷെ പൊന്നൂന് വെണ്ടക്കായ ഉപ്പേരി എന്ന് പറഞ്ഞൊരു തരം പ്രാന്ത കുട്ടിക്ക്. എന്നിട്ട് ഞാൻ ഇന്നലെ വെണ്ടക്കായ ഉപ്പേരി വയ്ക്കാറപ്പോൾ ഞാൻ ഇല്ലാത്ത നേരത്തെ നോക്കി വെച്ചിട്ടാണ് മൂപ്പര് പിണങ്ങി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഗ്രീൻ പീസ് ഇല്ലേ അത് കുണുക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുണുക്കിക്കല്ല അന്വേട്ടനും എനിക്കും പൊന്നൂനും എല്ലാവർക്കും ഇഷ്ടമാണ്. അത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചതച്ചിട്ടു കേട്ടോ. നമ്മൾ ഉപ്പേരിയോടൊക്കെ നമ്മൾ ഉണ്ടാക്കും. പക്ഷേ എല്ലാ ഉപ്പേരിയോടും പല തരത്തിലാണ് നമ്മൾ ഉണ്ടാക്കുക കേട്ടോ. ഉപ്പേരി എന്ന് പറഞ്ഞിട്ടല്ല. ഇപ്പോൾ വെണ്ടക്കായ ഉപ്പേരി ഉണ്ടാക്കുന്ന രൂപത്തിലെല്ലാം നമ്മൾ അതിൽ കടുക് ഇട്ടിട്ടുണ്ട്, സബോളയാണ്. ഇതിൽ കടുകില്ല, വെളുത്തുള്ളി വെണ്ടക്കായയിൽ ഇട്ടിട്ടില്ല. നമ്മൾ ഈ പട്ടാണിക്കടലിൽ പച്ച പട്ടാണി ഗ്രീൻ പീസ് എന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ ഉപ്പേരി വയ്ക്കുന്നത്. അത് തലേദിവസം വേണ്ട ആ വെണ്ടക്കായ അങ്ങനെ കുത്തി ഇടയ്ക്ക് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് കൊണ്ട് മൂടി വെച്ചേക്കണം. ഇത് ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി 2 വിസിലടിച്ചതിന് ശേഷം തുറന്നു കേട്ടോ. അപ്പോൾ കറക്റ്റ് നല്ല ഗ്രീൻ പീസ് കേട്ടോ. നല്ല ഇങ്ങനെ അമർത്തുമ്പോൾ നല്ല മാവ് പോലെ കേട്ടോ.
അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുത്തിമുളക് ഇട്ടു കേട്ടോ. ഒന്ന് വാടി വന്നപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ കുറച്ച് കുത്തിമുളക് ഇട്ടു. പിന്നെ നമ്മളിതിലേക്ക് ഇടുന്നത് മുളക് പൊടി കേട്ടോ. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി അത് മൂത്ത് വരുമ്പോൾ നമ്മളിത് നാളികേരം ചെരുകിണ്ടായിരുന്നു, ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ട ഒരു പിടി നാളികേരം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അത് ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പിട്ടിട്ടാണ് ഗ്രീൻ പീസ് വേവിക്കുക. പിന്നെ ഉപ്പിടേണ്ട ആവശ്യം വരാറില്ല, ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിക്കാം. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗ്രീൻ പീസ് ഉപ്പേരി കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിട്ട്. ഈ ഒരു ഉപ്പേരും ചപ്പാത്തി ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു 2 ദിവസം മുന്നേ ഇങ്ങനെ ഗ്രീൻ പീസ് ഉപ്പേരി വെച്ചിട്ട് പൊറോട്ട കൂട്ടിയിട്ട് കഴിച്ചിരുന്നുണ്ട്, കുണുക്കിയൊക്കെ. അതെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് അത് കഴിക്കാത്ത. ഇത് 2 കോഴിമുട്ടയാണെങ്കിൽ കൊത്തിപ്പൊരിക്കാട്ട് ഇഷ്ടമുള്ളവർക്ക്, പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. ഭയങ്കര ടേസ്റ്റായിട്ട്. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആരെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. എന്താ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മക്കൾക്ക് ഏത് ടേസ്റ്റാണ് പിടിക്കുക എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതൊക്കെ രാവിലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ണോൾക്ക് ഫുഡ് കൊടുത്തയക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് കേട്ടോ. എന്നാൽ ഞാൻ എന്ത് ചെയ്യാനും പെട്ടെന്ന് നമ്മുടെ ഉണ്ണോൾക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന ഫുഡ് അങ്ങനെയാണ് കേട്ടോ ഞാൻ കൂടുതൽ ഉണ്ടാക്കാറ്. പിന്നെ ജോലിക്കാരൊക്കെ ആകുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് തലേദിവസം തന്നെ ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ജോലിക്ക് പോകണ വീട്ടമ്മയൊന്നുമില്ലല്ലോ. കുറച്ച് നാളികേരം ബാക്കി വന്നില്ല, അത് ഞാൻ വെറുതെ ഇട്ട് കൊടുത്തോട്ടോ. അത് ഇടണം നിർബന്ധമൊന്നുമില്ല. ബാക്കി വന്നപ്പോൾ പിന്നെ ഇനി അതവിടെ വെച്ച് കളയാണ്ട് വെച്ചിട്ട് അങ്ങനെ ഇട്ടതുകൊണ്ടും കണ്ട നമ്മുടെ ഗ്രീൻ പീസ് ഉപ്പേരി ചെറിയ തീരിട്ട് ജസ്റ്റ് ഒന്ന് ആ മിളകൊക്കെ പിടിക്കണമായിരിക്കും ഒന്ന് ഇളക്കി കൊടുത്തു. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് ഉപ്പേരി സെറ്റായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വെണ്ടക്കായ ഉപ്പേരി ഇനി കുറച്ച് നേരം കൂടി കിടന്ന് നല്ല റോസ്റ്റ് പോലെ ആവണം, നല്ല മുരിഞ്ഞ് സെറ്റാവണം. അപ്പോഴേക്കും നമ്മുടെ കുണുക്കിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദോശയില്ല ഓംപ്ലേറ്റ് ഉണ്ടാക്കണം കേട്ടോ. സ്കൂളിലേക്കുള്ള ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ്. ആ നേരം കൊണ്ട് ഞാൻ ചെയ്യും നമ്മുടെ വെറും വയറ്റിൽ രാവിലെ എണിച്ചാൽ നാരങ്ങയും ചെറുത്തേനും പട്ടയുടെ പൊടിയൊക്കെ ഇട്ടിട്ട് കുടിക്കണം കേട്ടോ. അത് കുടിച്ചു. പിന്നെ 2 കോഴിമുട്ട ഒരുമിച്ച് ഒഴിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ പകുതി ആക്കൽ വേണ്ടോ, നമ്മൾ പിന്നെ അത്ര നേരം ഒരെണ്ണം ഉണ്ടാക്കി വീണ്ടും ഉണ്ടാക്കി അങ്ങനെ കഷ്ടപ്പെടേണ്ടത് വെച്ചിട്ട് ഒറ്റ ട്രിപ്പിൽ ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഉണ്ണുകൾക്ക് മുട്ട ഓംപ്ലേറ്റ് ഒരുപാട് കട്ടി കൂടുന്നത് ഇഷ്ടമില്ല, കട്ടി കുറഞ്ഞ ഓംപ്ലേറ്റ് ഇഷ്ടം. അപ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞിട്ടാണല്ലോ കിട്ടുക. അങ്ങനെ ഈ ഉപ്പേരികൾ 2 ചെറിയ കാസറോളിലാക്കി വെച്ചിട്ട് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇനി രാത്രി വരയ്ക്കുള്ള ഫുഡാണ്. അപ്പോൾ അത് കേടാവാണ്ടിരിക്കണമല്ലോ. നമ്മൾ ഈ മീൻ കുറേ ദിവസമായിട്ട് മീനൊന്നും വീട്ടിൽ മേടിക്കാണ്ട്, എന്താ വെച്ചാൽ മീനിൻ്റെ ഒരു പ്രശ്നമൊക്കെ വന്നതോട് കൂടിയിട്ട് മീൻ മേടിക്കാനുള്ളൊരു ഇഷ്ടം പോയി. ഇനി മേടിച്ച് തുടങ്ങണം. അത് നമ്മുടെ വെണ്ടയ്ക്ക റോസ്റ്റും ആയിട്ടുണ്ട് കേട്ടോ. കണ്ട വെണ്ടയ്ക്ക റോസ്റ്റും ആയി. അതും നമ്മൾ ചെറിയ കാസറോളിലേക്ക് അതും മൂടി വെച്ചു കേട്ടോ. ഇനി അടുത്തത് എന്താ വെച്ചാൽ ഉണ്ണിയുള്ള വെള്ളം കുപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് തിങ്കളാഴ്ച രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം 2 ദിവസം മുന്നേ ഒക്കെ അത് കഴുകി വെച്ചിട്ടുള്ളതാണ്. എന്നാലും 2 ദിവസമായാലും കഴുകി വെച്ചിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി എല്ലാതും എടുത്ത് കഴുകുക കേട്ടോ. വെള്ളം കുപ്പിയും ചോറ്റും പാത്രം ഒക്കെ കഴുകാനായിട്ട് എന്താ വെച്ചാൽ എനിക്ക് കുട്ടികളുടെ വാട്ടർ ബോട്ടിലായാലും കാര്യങ്ങളായാലും ഒരു സ്മെച്ച്, ഞാൻ കുട്ടിക്കാലത്തൊക്കെ ചില കുട്ടികളിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോഴേക്ക് അനുഭവപ്പെട്ടുള്ളൊരു സ്മെല്ല് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. അങ്ങനെ ഞാൻ എപ്പോഴും വാട്ടർ ബോട്ടിൽ ലിക്വിഡ് ഒഴിച്ച് നന്നായി കഴുകി സെറ്റ് ചെയ്യും. എനിക്കത് നിർബന്ധമാണ്. അങ്ങനെ 2 കോഴിമുട്ട പുഴുങ്ങിയത് തൊണ്ട് പൊളിച്ചു, അതും ഒരു പാത്രത്തിലാക്കി അവിടെ മാറ്റി വെച്ചിട്ട്. പിന്നെ ചോറ്റുപാത്രം വ്യാഴാഴ്ച സ്കൂൾ വിട്ട് വന്നിട്ട് കഴുകി വെച്ചിട്ടുള്ളതല്ല, അപ്പോൾ അതൊന്നും കൂടി സോപ്പൊക്കെ ഇട്ട് കഴുകി സെറ്റ് ചെയ്യണം കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് എത്ര കഴുകി വെച്ചാൽ എടുക്കുന്ന നേരത്ത് നമുക്കത് കഴുകി ഇതായിരിക്കണം, ഫ്രഷായി ഇരിക്കണം, ഉന്നുള്ള കാര്യമില്ല. പിന്നെ ഇത് തൊട്ടിയിൽ വന്ന ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളും രാവിലെ എന്ന് പറഞ്ഞാൽ ഈ ഒരു നേരം ഭയങ്കര തിരക്കും പെടച്ചിലുള്ള പണിയുണ്ട്. എന്താ വെച്ചാൽ പറഞ്ഞില്ല, ഈ പണ്ട് ആരും ഇല്ല, കുഞ്ഞിനൊക്കെ സ്കൂളിൽ വരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇതൊക്കെ ചെയ്യുക. ഞാൻ അങ്ങനെ ചിന്തിക്കും കേട്ടോ. 8-8:15 ഉള്ള വണ്ടികൾ വരും, സ്കൂൾ വണ്ടി വരുമ്പോഴേക്കും നമുക്ക് റോട്ടിലേക്ക് നടന്ന് പോകണം. നമ്മുടെ വഴിക്ക് സ്കൂൾ വണ്ടി വരില്ല, റോട്ടിൽ പോയി നിൽക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കും, ഇന്നിപ്പോൾ 10 മണിയാകുമ്പോൾ നമുക്ക് സ്കൂൾ പോയത് അന്ന് ഞാൻ അതൊക്കെ ഒറ്റയ്ക്ക് ചെയ്തിരുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും പറ്റാണ്ടായത് പണ്ടത്തെ കാലമല്ലല്ലോ. ഓരോ ദിവസം പോകുന്നവരും നമ്മുടെ ആരോഗ്യത്തിൻ്റെ സ്ഥിതി വളരെ മോശമായിട്ട് വരിക കേട്ടോ. ഞാൻ എപ്പോഴും സത്യം പറഞ്ഞാൽ ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞത് എനിക്കും ഇല്ല. നടക്കാൻ പോലും ഈ കൈ വേദന, കാലുവേദന, തലവേദന, അങ്ങനെ ഓരോ വേദനകൾ ഓരോ ദിവസം. അങ്ങനെ രാവിലേക്ക് ഞാൻ എന്ത് ചെയ്തു, മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കി, മുട്ട പുഴുങ്ങിയതുണ്ട്, കഞ്ഞിയിൽ. പിന്നെ നമ്മുടെ കുണുക്കന്മാർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബ്രെഡ് ജസ്റ്റ് അതിൽ ബട്ടറോ വെളിച്ചെണ്ണ അങ്ങനെ തൂവി ഒന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് റോസ്റ്റ് ചെയ്ത് നല്ല മുരിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ കടിച്ച് ഇഷ്ടം. അല്ലെങ്കിൽ അതിൽ ബട്ടറോ അല്ലെങ്കിൽ അതിൽ പീനട്ട് ബട്ടറോ അല്ലെങ്കിൽ ഗ്രീൻ പീസ് ഉപ്പേരി കൂട്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ കോഴിമുട്ട പുഴുങ്ങിയതുകൊണ്ട് കഞ്ഞിയിൽ
കുറച്ച് കഞ്ഞി എടുത്തിട്ട് അതിൽ ഉപ്പിട്ട് തൈര് ഒഴിച്ച് വെച്ചിട്ടിട്ടാ. പിന്നെ കുറച്ച് അച്ചാറും ആയി കഴിഞ്ഞാൽ കുണിക്കുമോൾക്ക് അതാ ഇഷ്ടമായിട്ട്. കുണിക്കുമോൾക്ക് എന്നും രാവിലെ കഞ്ഞിയാണ്. കുണുക്കിന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ദോശയോ വെള്ളയപ്പോ എന്തെങ്കിലും കുണുക്കിന് മാത്രമായിട്ട് ഞാൻ ഉണ്ടാക്കും. കുണിക്കുമോൾക്ക് തൈരോ കഞ്ഞി ഉണ്ടെങ്കിൽ കുണിക്കുമോൾ ഹാപ്പിയാണ് കേട്ടോ. പിന്നെ 2 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ട് 2 ആളോട് അത് ഓരോന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ദിവസം ഒരു കോഴിമുട്ട പുഴുങ്ങിയതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇത് 12:30 വരെ ഇരിക്കണ്ടേ, വേറെ ഒന്നും കഴിക്കാണ്ട് വിശക്കില്ല, സ്നാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ്റും പാത്രത്തിൽ കുറച്ച് വെണ്ടക്കായപ്പേരും ഗ്രീൻ പീസും അച്ചാറും പപ്പടവും, പപ്പടമല്ല കേട്ടോ മുട്ട ഓംലേറ്റാണ് ആക്കിയത്. പിന്നെ ഇതേ കുറച്ച് തൈര് കേട്ടോ. തൈര് ഉണ്ടെങ്കിൽ കുണിക്ക് ചോറുണ്ട വേറെ ഒന്നും വേണ്ട. പക്ഷേ കുണിക്ക് ഇന്നലെ സ്കൂളിൽ ഇട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് നാളെ സാമ്പാർ വേണം, എനിക്ക് സാമ്പാർ കൊണ്ടുവരണം. അങ്ങനെ ഇന്ന് സാമ്പാറാട്ടോ ഉണ്ണികൾക്ക് ഞാൻ കൊടുത്തേച്ച്. ഭയങ്കര ഇഷ്ടത്തിന് ചോറുണ്ടു. വന്ന വയസ്സ് എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് സാമ്പാർ കൂട്ടിയിട്ട് ചോറ് വേണാണ്ട് സ്കൂളിൽ ഇട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് സാമ്പാറും സോയാബീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടിയിട്ട് ചോറുണ്ടിട്ടാണ് ഇവിടെ ട്യൂഷന് പോയത്. അങ്ങനെ 2 ആൾക്കും പാത്രത്തിൽ ചോറൊക്കെ കറക്റ്റ് അപ്പം തന്നെ മാറ്റിയില്ലേ അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ ഞാൻ വേഗം പൊതിഞ്ഞ് വെച്ച് ഞാൻ അതാത് പാത്രത്തിൽ വെക്കട്ടെ. എന്താ വെച്ചാൽ കുണുക്കിൻ്റെ ആക്കണ ചോറ് കുണിക്ക് വേണ്ടല്ലോ, അത്രയ്ക്ക് വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ 2 ആളുടെ വാട്ടർ ബോട്ടിലും വെള്ളവും കാര്യങ്ങളൊക്കെ ആക്കി സെറ്റ് ചെയ്ത് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഓരോന്നായിട്ട് കുഴന്തൊക്കെ അപ്പുറത്ത് അടുക്കളയിലേക്ക് കൊണ്ട് വയ്ക്കണം. അപ്പോഴേക്ക് ഞാനൊരു കമൻറ്റ് കണ്ടു കേട്ടോ. ഈ 2 അടുക്കളയൊക്കെ പണി കൂടുതലാവും, ഒരു അടുക്കള ഞാൻ വീട് പണിതപ്പോൾ ഒരു അടുക്കള പണിതുള്ളൊരു കമൻറ്റ് കണ്ടു. ശരിയാണ്, സത്യമാണ്. അത് ചിന്തിക്കുമ്പോൾ സത്യമാണ്. 2 അടുക്കളയും ക്ലീൻ ആക്കണ കാര്യങ്ങളാണ്. എങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് പണിയെടുക്കണമെങ്കിൽ ഒരു അടുക്കള നമുക്ക് സെപ്പറേറ്റ് വേണം. നമ്മൾ ഇത്രയും ഭയങ്കര ഒരു അടുക്കള പണിത് വെച്ചിട്ട് നമുക്ക് അതിൽ സമാധാനമായിട്ട് പണിയെടുക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അങ്ങനെ ഈ ഉച്ചത്തെ ഫുഡ് കഴിക്കട്ടെ. ഞാൻ എണ്ണു ഉച്ചയ്ക്ക് രാവിലെ ഞങ്ങളൊരു വിത്തൗട്ട് ചായയും ഒരു പത്തിരിയും കഴിച്ചു വിട്ടാം. പിന്നെ ഇതേ ഉച്ചത്തേക്ക് ഒരു ചപ്പാത്തി, ഒരു ബുൾസൈ, കുറച്ച് ഗ്രീൻ പീസ് ഉപ്പേരും, പിന്നെ വെണ്ടക്കായ റോസ്റ്റ് ഇട്ട്. അത് തടി വയ്ക്കുള്ള വെണ്ടക്കായ, പക്ഷെ അത് ഇതിനാവട്ടെ ഇച്ചിരി തരി കഴിക്കാൻ എടുത്തു. ഒരു ആഗ്രഹത്തിൻ്റെ മേലിൽ ഞാൻ എടുത്തു വിട്ടാം. അനിയേട്ടൻ ചോറാണ് കേട്ടോ കഴിക്കണത്, ഞാൻ ചപ്പാത്തി. ഇന്ന് തൊട്ട് അനിയേട്ടനും ചോറ് ഉപേക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് ഉച്ചയ്ക്ക് ഒരു 2:30 ആകുമ്പോൾ എനിക്ക് അനിയേട്ടന് തീരെ വയ്യ കേട്ടോ. അനിയേട്ടന് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയപ്പോൾ അനിയേട്ടൻ കിടക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാവിലെ എനിക്ക് അടിച്ചുടയ്ക്കാൻ പറ്റിയില്ല. അനിയേട്ടന് വയ്യാത്തന്നെ ഒന്നും പറ്റിയില്ല, ഒക്കെ പണി സ്ലോ ആയിരുന്നു. അപ്പോൾ ഇത് ഇടയ്ക്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചതിൻ്റെ ശേഷം ഇത് സിറ്റ് ഔട്ടൊക്കെ അടിച്ച് കയറി തുടയ്ക്കാൻ വരുന്നു കേട്ടോ. എന്താ വെച്ചാൽ 2:45 3:15 ആകുമ്പോഴേക്കും നമുക്ക് ഉണ്ണോളെ കൊണ്ടുവരാൻ പോകണം. കുണിക്കുമോളേനെ 3:20 ആകുമ്പോഴേക്ക് വിടും. അപ്പോൾ 3:15 ആകുമ്പോഴേക്കും നമുക്ക് കാർ എടുത്ത് പോകണം. അപ്പോഴേക്കും ഞാൻ ചടപടാന്ന് വെച്ചിട്ടാണ് കേട്ടോ അടിച്ചോടെ. എത്ര വീട് ഒതുക്കി വെച്ചാലും നമ്മുടെ ഉണ്ണോളല്ല കാർത്തും കുണുക്കനും കുണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം. ഇന്നലെ ഞാൻ എൻ്റെ ഡോക്ടറെ കാണിക്കാൻ പോയി വരുമ്പോഴേക്കും ഒരു ബോട്ട് വെള്ളമൊക്കെ സെറ്റിയും ഒഴിച്ച് മടക്കാൻ കൊണ്ട് വെച്ച തുണി കേട്ടോ. അപ്പം രാത്രി ആകുമ്പോൾ ഞാൻ മടക്കാൻ നെയ്ച്ചിട്ട് കണ്ട തിരുമ്പി ഇത് കൊണ്ട് വെച്ചിട്ടുള്ളതാണ്. രാത്രി ആകുമ്പോൾ മടക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ണോളെ പഠിപ്പിക്കായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ ഡോക്ടറാണ് ചെയ്യുമ്പോഴേക്കും ഒരു കുപ്പി വെള്ളം ആ സെറ്റിയും ആ തുണി കൊണ്ട് കുണുക്കിയ കാർത്തു. ഏതോ ഒരാൾ സത്യം പറയില്ല 3 എണ്ണത്തിനോട് ചോദിച്ചാലും ഉട്ടായിപ്പുകളാ ആരോ ചോദിച്ചു വെച്ചിട്ട് രാത്രി ഞാൻ അത് മടക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തപ്പോഴേ നനവ്. എന്നിട്ട് രാവിലെ അതൊക്കെ തോരിട്ടു, ഫാൻ ഇട്ടിട്ട് ആ സെറ്റൊക്കെ ഉണക്കി. അല്ലാണ്ട് ഇപ്പോൾ നമ്മളെന്താ ചെയ്യുക. അങ്ങനെ അടിച്ചു തുടങ്ങി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പടാന്ന് വെച്ചിട്ട് അടിച്ചു. അനിയേട്ടനോട് പോകാമെന്നുണ്ട്. അപ്പോൾ അനിയേട്ടൻ പറഞ്ഞു ഇതാടി നമ്മുടെ വീടിൻ്റെ സൈഡിലൊരു മയില് പീലി വിടർത്തി നിർത്തണമെന്ന് നോക്കിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വന്നിട്ട് കുറേ നേരം നോക്കി, തിരിയെന്ന് വെച്ചിട്ട് കുറേ നേരം ഞാൻ നോക്കിയിരുന്നു കേട്ടോ. ഇതൊന്ന് തിരിഞ്ഞാൽ ആ ഒരു ഭാഗം കാണാനല്ല ഏറ്റവും ഒരു ഭംഗി. ഇത് മൂടുവശമല്ല കാണുന്നത് വെച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ അവസാനം എനിക്ക് ക്ഷമ കിട്ടും. എന്താ ചുണ്ണോളം കണ്ടാൽ പോകാൻ സമയമായിട്ട് ചെരുപ്പിടുന്ന നേരത്താണ് ഇത് കാണുന്നത്. അപ്പോൾ ഞാൻ ഇത് വിളിച്ചു. ആ വിളിച്ച ശേഷം കണ്ട മൂപ്പര് പീലി കൊണ്ട് താത്തി. പക്ഷെ താത്തിയത് വീണ്ടും വിടർത്തിയിട്ടാ. എന്നിട്ട് നന്നായിട്ടുണ്ടാവും, ഒത്തൊരു ഭംഗിയായിരുന്നു. പക്ഷെ അതെനിക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. മൂപ്പര് തിരിഞ്ഞ് നിന്നിട്ട് തന്നെ ആക്കുള്ളൂ മൂപ്പരെ വാശി. എന്നിട്ട് വീണ്ടും ഇഷ്ടമാണ്. അപ്പോൾ മൂപ്പരുടെ പീലിയൊക്കെ ഇട്ടിട്ട് പോവുക. അങ്ങനെ ചെയ്യാൻ പാടുമോ എന്നറിയില്ല. ഞാൻ ഇത്ര വലിയ അമ്മയാണെങ്കിൽ വേണ്ട. അങ്ങനെ കുണിക്കുമ്പോഴേക്ക് 3:30 വിട്ടു. കുണുക്കമ്മോനെ 4 മണിക്ക് വിടുള്ളൂ കേട്ടോ. അപ്പോൾ അത് സ്കൂളിനവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. 4 മണിക്ക് വന്ന് കുളിച്ച ഡ്രസ്സ് മാറി ട്യൂഷൻ പോകണം. പാവം ചായ കുടിക്കാൻ പോലും നേരില്ല. ട്യൂഷൻ ടൈം 5 മണിയൊക്കെ നല്ലതല്ലേ കേട്ടോ. നമുക്ക് സമയം കേക്ക് കഴിഞ്ഞില്ലേ?
റെസ്റ്റോറൻറ്റ് കേക്ക് നിങ്ങളെ അച്ഛൻ പണിക്കാർക്ക് എടുത്ത് കൊടുത്തു. കിണർ പണിക്കാർക്ക് ആർക്കൊന്നും ഉണ്ടായതല്ലോ, അവർക്ക് എടുത്ത് കൊടുത്തു. അതെ കിണർ പണിക്കാന്ന് പൊക്ലേൻ ഈ കച്ചി വന്ന വണ്ടിക്കാർക്കൊക്കെ എടുത്ത് കൊടുത്തത് സപ്ലൈ ആണ്. നിന്റെ അച്ഛനെല്ലാം ആണ് പനി. നമുക്ക് പനിക്കുമ്പോൾ പനിയല്ല, അപ്പയ്ക്ക് പനിച്ചാൽ അത് പനി. അപ്പ കിടന്നുറങ്ങിയ ഗുളിയുടെ ഡോസ് തീരും. നമ്മള് കിടന്നുറങ്ങി പഴങ്ങിട്ട് കിടന്നുറങ്ങി. ഇതിന്റെ അപ്പയുടെ സ്വാർത്ഥതാന്ന് പറഞ്ഞു. കുളിക്കുന്ന ചൂഷണം ഉണ്ടാക്കിയിട്ടാണ് അവർക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം. ഇപ്പൊ തൽക്കാലം എന്തെങ്കിലും ചെറിയ സ്നാക്സ് കഴിച്ചിട്ടാണ് ഉണ്ടാക്കാൻ. എല്ലാം കൊടുക്കാം. അച്ഛനോട് യൂണിഫോം ഇട്ടാൽ മതി. ടീച്ചറും മറ്റും മമ്മിയും മാത്രമല്ലോ. പിന്നെ വേഗാസത്തെ ടീച്ചറൊക്കെ ഉണ്ട്. വേഗാസത്തെ വലിയ കുട്ടികളുടെ ടീച്ചർ അവര് ആടിയ പഠിക്കും. അമ്മ ചോറ് കഴിച്ചതയോ? ചോറുണ്ട്, ഫ്രൈഡ് ഇതെല്ലാം ഉണ്ട്. അത് സ്കൂൾ വന്നിട്ടേ പൊന്നോ ഉണ്ണോൾക്ക് വായനച്ചു കൊടുക്കും ചോറ്. അവൾക്ക് ചോറ് മതി. അങ്ങനെ ഈ ഉണ്ണിയോട് സ്കൂളിട്ട് വന്നപ്പോഴത്തേ പൊന്നു ചോറ് ആലോചിച്ച് കൊടുക്കുന്നുണ്ട്. പൊന്നു വെണ്ടക്കയറ് ഉപ്പേരിയൊക്കെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഊണ് കഴിക്കാണ്ട് വന്നു കേട്ടോ, ഊണെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഉണ്ണിയോട് കുളിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ബക്കറ്റ് വെള്ളം ഇട്ടിട്ടുണ്ട്. സന്ധ്യ ആകുമ്പോൾ, അതായത് സ്കൂൾ വിട്ട് വന്നിട്ടുള്ള കുളി അവരൊറ്റയ്ക്ക് കുളിക്കട്ടെ എന്ന് വെച്ചാൽ നേരത്തെ കുളിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാനോ കാര്യങ്ങളോ ചെയ്യാൻ നേരം കിട്ടില്ല കേട്ടോ. അങ്ങനെ അവരെ കുളിപ്പിക്കാൻ വേണ്ടി പുറത്ത് ചൂടുവെള്ളം വെച്ചിരിക്കുന്നത്. അത് ഉന്നോളെ ട്യൂഷനാക്കിയതിൻ്റെ ശേഷം ഞാൻ എന്നോട് നമ്മുടെ അടുത്ത് താജ്പോൾ ഡോക്ടർ തന്നെ കേട്ടോ. പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടി വരും, നമ്മൾ താജ്പോൾ ഡോക്ടറാണ് അതിനായിട്ട്. കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു മഴക്കാല കാലാവസ്ഥയുടെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുമയും കാര്യങ്ങളൊക്കെ വന്നാൽ മാറണമെങ്കിൽ താജ്പോൾ ഡോക്ടർ തന്നെ കാണണം കേട്ടോ. അവിടെ ആണെങ്കിലും മുടിഞ്ഞ തിരക്കൂട്ടാ. ഞങ്ങൾ രാത്രി അയ്യോ ഞാനതേ ഡോക്ടറൊക്കെ കാണിച്ചിട്ട് ഇപ്പോൾ വന്നു കേട്ടോ. ഡോക്ടറവിടെ ഭയങ്കര തിരക്കൊന്ന് ആകെ പീസ് പോയിട്ട്. അപ്പം നീ ഉണ്ണിയോളെ ട്യൂഷന് പൊന്നു പോയിട്ട് കൊടുന്നു കേട്ടോ. അതായത് തുണി മടക്കളത് അവിടെ എടുക്കുക. നീ ആദ്യം ഉണ്ണിയോൾക്ക് ചോറ് ഇട്ട് കൊടുക്കണം, ഞങ്ങളും ചോറ് തന്നു കേട്ടോ. ഞാനിതേ ഒരു ചപ്പാത്തി കുറച്ച് ഗ്രേവി ഉപ്പേരി കേട്ടോ. അങ്ങനെ ഡോക്ടർ അവിടെയൊക്കെ പോയി വന്നതിന് ശേഷം ഞാൻ രാവിലെ തൊട്ട് സൂപ്പർ മാർക്കറ്റിൽ 1-2 സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ട് അതൊക്കെ അവിടെ ഇരിക്കുക കേട്ടോ. ഒന്നും എനിക്ക് യഥാസ്ഥലത്തേക്ക് എടുത്ത് വയ്ക്കാൻ നേരം കിട്ടിയില്ല. പിന്നെ ഉണ്ണിയുള്ള ചോറ്റും പാത്രം കാര്യങ്ങളൊക്കെ സ്കൂൾ വിട്ട് വന്ന ശേഷം കഴുകലുണ്ട്. പക്ഷേ ഉണ്ണിയോടെ കൊണ്ടാക്കണ ധൃതിയിലും പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അന്വേഷണം ഡോക്ടറെ അടുത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടല്ല പോയത്. പിന്നെ ഉണ്ണിയോടെ കൊണ്ടാക്കി വരുമ്പോൾ അന്വേഷണം തൊട്ട് നോക്കുമ്പോൾ നല്ല പനി കേട്ടോ. അപ്പോൾ നേരെ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോയി. ഉണ്ണോട് എന്നേക്കാൾ മുന്നേ ഡോക്ടറെ കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് താജ്മഹൽ ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് പിന്നെ ഞങ്ങൾ എത്തുമ്പോഴേക്കും സമയം ഒരു 8-9 മണി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ണോളനെ പൊന്നു ഷേപ്പിൽ പോയിട്ട് കൊടുന്നു. നമ്മൾ എത്ര നേരം പണിയെടുത്താലും അത്രയും നേരം നമ്മൾ ഈ അടുക്കളയിൽ ഈ അടുപ്പ് തുടയ്ക്കലും കഴുകലും ആയിട്ട് നമ്മൾ നിൽക്കണം കേട്ടോ. അതിപ്പോൾ ഒരു അടുക്കളയിലും 2 അടുക്കളയിലൊക്കെ കണക്ക് തന്നെയാണ് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഈ പൊന്നു എന്താ കേസോ കാര്യങ്ങളൊക്കെ ഉണ്ണോൾക്ക് സ്കൂൾ ട്യൂഷൻ ഇട്ടത് വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ച് ക്ലീനാക്കി പിന്നെ നാളേക്കുള്ള വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ ലിക്വിഡ് ഒഴിച്ച് കഴുകി ചോറ്റും പാത്രമൊക്കെ കഴുകി അത് സെപ്പറേറ്റ് മാറ്റി വെച്ചു കേട്ടോ.
പിന്നെയും ഓരോ പാത്രങ്ങൾ തൊട്ടതും പിടിച്ചതും ഒക്കെ നമ്മളിവിടെ ഇല്ലെങ്കിൽ പാത്രങ്ങളിങ്ങനെ കുനിഞ്ഞു കൂടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താ വെച്ചാൽ ഓരോ നേരം ഫുഡ് എടുത്ത് കഴിക്കണതും ഉണ്ടാക്കുന്നതും അതൊക്കെ ഇങ്ങനെ അടുക്കളയിൽ നിരനിരാന്നിരിക്കണത് എനിക്കിഷ്ടമല്ല. എനിക്ക് ഞാൻ പറഞ്ഞേ അത്യാവശ്യത്തിന് ആവശ്യമുള്ള പാത്രങ്ങളുണ്ട്, അനാവശ്യമായിട്ട് കുറേ സാധനമുള്ള പാത്രങ്ങൾ അടുക്കളയിൽ ഇരിക്കുന്നത് ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വയ്യാത്ത കാരണമാണ്, നമുക്ക് വീട് ഒതുക്കാനോ കാര്യമൊന്നും വയ്യ. അപ്പോൾ ഈ നമ്മൾ മേടിച്ചു കൊടുക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചു കൊടുക്കുന്ന കുത്തിമുളകില്ലേ, അതൊക്കെ ഡപ്പിലിട്ടേക്കിട്ട് ആ നേരം നമ്മുടെ കുണുക്കുമ്പോൾ അപ്പുറത്ത് തണ്ണിമത്തങ്ങ ഉണ്ടായിരുന്നു, അത് മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചുകൊണ്ട് കുണുക്കാണ്ട് പോയിട്ട് പിന്നെ നമ്മൾ അതിലാക്കി. പിന്നെ ഈ കുറച്ച് മല്ലിയില മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണുകളൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വേണ്ട ഇച്ചിരി കുറച്ച് മല്ലിയിലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ ഇരുന്ന് കളയണത്. എന്താ വെച്ചാൽ എന്നും ഉണ്ണുകൾക്ക് ചോറും ഉപ്പേരിയും മാത്രമാകുമ്പോൾ അവർക്ക് മടുക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഫുഡ് കാര്യം കൊടുത്താൽ അവർ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്. എന്താ വെച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കുക പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ഉണ്ണുകൾക്ക് മാത്രം വേണ്ട കേട്ടോ. ഉണ്ടാക്കുകയാണെങ്കിലും കുണുക്കനും കുണിക്കും മാത്രമായിട്ട് ഉണ്ടാക്കണ്ട കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞേ കുണിക്കുമ്പോൾ ഇന്നലെ സ്കൂളിൽ വന്നപ്പോൾ സാമ്പാർ വേണമെന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ സാമ്പാർ കഷ്ണമൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അനിയേട്ടൻ ഡോക്ടറെ കാണിച്ച് വരുമ്പോൾ അപ്പോൾ അനിയേട്ടന് പനിയും കപ്പക്കെട്ടേക്കാനും അനിയേട്ടൻ സഹായിക്കില്ല കേട്ടോ. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഫുള്ള് കാരണം അനിയേട്ടനെ സഹായിച്ചു തരട്ടെ. എപ്പോഴും വീഡിയോ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഡബ് ചെയ്യുമ്പോൾ അടിച്ചുടക്കായിട്ട് പാവം വയ്യ. പക്ഷേ എന്താ ചെയ്യുക, ഒരാൾക്ക് ഇനിയിപ്പോൾ ഇത് ഡബ് ചെയ്തതിന് ശേഷമാണ് അനിയേട്ടനോട് ഞാൻ അടിച്ചു വരട്ടെ, അത് തൊടാൻ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തുടയ്ക്കാൻ പോകാൻ ഒരു മിനിറ്റ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഉണ്ണോടെ ട്യൂഷൻ വിടാറും കൊണ്ടുവരാൻ പോകണം. അങ്ങനെ സത്യത്തിൽ പറഞ്ഞാൽ ഭയങ്കര ബിസിയാണ്. ഒരു നിമിഷം ഇപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും റെസ്റ്റില്ല. എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നാളെ അവർ നമ്മളെ വിട്ടു പോകുമ്പോഴാണ് നമ്മുടെ വിഷമം. അവർക്ക് വേണ്ടി ജീവിച്ചിട്ട് നാളെ അവർക്കും നമ്മൾ വേണ്ടാണ്ടാവോ വേസ്റ്റ് ആവുമോ എന്ന് ആലോചിക്കുമ്പോൾ അത് ചില സമയത്ത് ഒരു വിഷമം കാരണമൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെടും. അതാണല്ലോ അച്ഛനും അമ്മയും. അങ്ങനെ ഈ ഉള്ള സാധനമൊക്കെ സാമ്പാർ കഷ്ണമൊക്കെ ഞാൻ നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. എന്താ വെച്ചാൽ രാവിലെ എനിക്ക് അതിൻ്റെ പറ്റിയില്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ. അതിൻ്റെ ഇടയിൽ ഉണ്ണോളെ കുളിപ്പിക്കണം കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഞാൻ വേഗം ചെയ്ത് സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ നന്നാക്കി സെറ്റ് ചെയ്ത് വെച്ചോട്ടെ. എന്താ വെച്ചാൽ രാവിലെ വെച്ച് കഴിഞ്ഞാൽ ചടപടാന്ന് വെച്ചാൽ കാര്യങ്ങൾ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. അങ്ങനെ സാമ്പാർ കഷ്ണമൊക്കെ എടുത്ത് വെച്ചു. ബാക്കിയുള്ള പാത്രങ്ങൾ ഈ ഓരോ വശത്ത് ഇങ്ങനെ എടുത്ത് കഴുകട്ടെ. അതിന് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ പച്ചക്കറി കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ അവിടെ ഒരാൾ കുരുത്തക്കേട് കഴിക്കണമെങ്കിൽ ഹോംവർക്ക് ഉണ്ട് കേട്ടോ ചെയ്യാൻ. ഇനി ഞാൻ വരാണ്ട് ഇവർ രണ്ടാളും ഹോംവർക്ക് ചെയ്യില്ല കേട്ടോ. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴേക്ക് ദേഷ്യമാകുമ്പോൾ ഞാൻ ഇപ്പം തിരിഞ്ഞ് ഒരു ചീത്ത പറഞ്ഞിട്ട് രണ്ടാളോട് ഒന്ന് കളിച്ചിട്ട് ഹോംവർക്ക് ചെയ്യണം. അപ്പോൾ രണ്ടാളും എണിച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പറ്റണത് എഴുത്, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടതാട്ടെ രണ്ടാളും. എന്താ വെച്ചാൽ എനിക്കും ഭയങ്കര ഈ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ പനിയും കഫക്കെട്ടൊക്കെ എനിക്കും ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ കഫം കിട്ടേണ്ടി തോന്നുന്നു. ഭയങ്കര തലവേദന, കണ്ണിൻ്റെ ചുറ്റും തലയൊക്കെ ഭയങ്കര വേദന കേട്ടോ. പക്ഷെ നമുക്കിത് വയ്യാതെ പറഞ്ഞിട്ടും നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ നമ്മളൊന്ന് സഹായിച്ചു തരാൻ. അപ്പോൾ എന്ത് ചെയ്യുക, ആരും ഇല്ലെങ്കിൽ എന്നിട്ട് താങ്ങാളുണ്ടെങ്കിൽ തളർച്ച ഉണ്ടാവും. നമുക്ക് പിന്നെ തളർന്ന് കിടന്നിട്ട് കാര്യമില്ല. എനിക്ക് അതിനൊക്കെ ഞങ്ങൾ രണ്ടാൾ തന്നെ എനിക്കണം, ഞങ്ങൾ രണ്ടാൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അങ്ങനെ ഒരു വിധത്തിലൊക്കെ നമ്മുടെ ഈ ഒരു അടുക്കള ക്ലീനാക്കി. എന്താ വെച്ചാൽ രാവിലെ എണീച്ച് വരുമ്പോഴേ അടുക്കള ഇങ്ങനെ ക്ലീനാക്കി ഇടുന്നത് നമുക്ക് പണിയെടുക്കാൻ ഒരു ഉഷാറാട്ടോ. തിരിച്ച് അടുക്കളയിൽ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കിടന്ന് നമുക്ക് പണിയെടുക്കാൻ തോന്നില്ല. പിന്നെ നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ പറഞ്ഞു രാത്രി നേരത്തിന് മഹാലക്ഷ്മി കയറി വരും എന്ന് പറയാം. മഹാലക്ഷ്മി വരുമ്പോൾ വീട്ടിലെ അടുക്കളയിൽ എച്ചിലും കാര്യങ്ങളും കിടന്ന് കഴിഞ്ഞാൽ അവർ ശപിച്ചിട്ട് പോകുന്ന പറയട്ടെ. പിന്നെ മൂശാട്ട കയറുമെന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുക്കളയിൽ നിന്നും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ക്ലീനാക്കിയതിൻ്റെ ശേഷം ഞങ്ങൾ പോയി കിടക്കാറുള്ളൂ കേട്ടോ. പരമാവധി അത്ര ഇത് വയ്യ തീരെ പറ്റില്ല എന്നുള്ളൊരു ദിവസമൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പോയി കിടക്കുക. തീരെ നിവൃത്തിയില്ലെങ്കിൽ ഒരു മാർഗ്ഗമില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഈ ഒരു അടുക്കള കൂടി ഉള്ളത് എന്താ വെച്ചാൽ ഉണ്ണോള് കയറൽ കണ്ടില്ല. ഇപ്പം ഞാൻ വരുമ്പോൾ പാദ്യം പുറത്ത് കയറിയിരിക്കുക നമ്മുടെ കുണുക്ക. അപ്പോൾ ഈ കയറുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ കാലുമുള്ള പൊടിയോ കാര്യങ്ങളോ ഒക്കെ ആവും. വൈറ്റ് കളറല്ല. അപ്പോൾ അതിങ്ങനെ തുടച്ച് മിനുക്കി നല്ല പണിയാട്ടോ. എനിക്ക് തോന്നുന്നു ആരടക്കള ഇല്ലെങ്കിൽ സത്യം അതിനുള്ളിൽ ഞാൻ പണിയെടുത്ത് ചത്തേൻ. നല്ല കാലത്തിനാണ് ഇത് പണന്ത് വന്നോടുകൂടി. നമുക്ക് ആ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ പണന്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ അടുക്കള ഇങ്ങനെ ചെറുവക കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ഈ വീട്ടമ്മമാരുടെ രാവിലത്തെ തിക്കും തിരക്കും ചെടപെടാന്നുള്ള പണിയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ സാധാ ഒരു അടുക്കള അത് വേണം എന്നിട്ട്. പക്ഷേ എല്ലാവരും അങ്ങനെ ആയോളന്നില്ല കേട്ടോ. ചിലപ്പോൾ ചിലവരൊക്കെ നല്ല ചെയ്യാൻ കഴിവുള്ളവരുണ്ടാവും പല തരത്തിലും. പക്ഷേ എനിക്ക് പറഞ്ഞാൽ എന്തെങ്കിലും അത് പണ്ട് തൊട്ടേ ഉള്ള സ്വഭാവമാട്ടോ. ഇങ്ങനെ പറയും
പണ്ടൊക്കെ അതിനായിട്ട് ഗൾഫിൽ നിന്ന് അടിപ്പാവടവും സാധനങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരും. ഞാൻ പഴയത് നരച്ചത് ഇട്ട് കിടക്കും. ഇങ്ങനെ അടിപ്പാവടവും അട്ടിട്ടിയായിട്ട് ഇങ്ങനെ പുതിയത് എടുത്ത് വയ്ക്കും. അപ്പം എൻ്റെ അമ്മ പറയും, ഇതാർക്കാണ് എടുത്ത് വയ്ക്കുന്നത്, നിനക്ക് ഇങ്ങനെ പറയും, ആർക്കാണ് ഈ എടുത്ത് വയ്ക്കുന്നത്, ഇത് ഉപയോഗിക്കാനല്ല അനുകൊണ്ട് നീ ഇത് ആർക്കാണ്. ഞാൻ എന്നിട്ട് പഴയത് നരച്ചതും കീറി അടിപ്പാവടൊക്കെ ഇടും. അപ്പം ഞാൻ പുതിയ കുറേ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയ്ക്കാനായിട്ട് ഒരു പ്രാവശ്യം വരുമ്പോഴൊക്കെ 10-20 കൊണ്ടുവരും. അപ്പോൾ അതെല്ലാവർക്കും ഒരു 10-15 കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5-6 ഇന്ത്യയിൽ ഉണ്ടാവും കൊല്ലത്തോലത്. അപ്പോൾ അതിങ്ങനെ ഇടാണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെക്കും കേട്ടോ. അപ്പോൾ അത് ശീലമായിരിക്കും ഈ അടുക്കളയുടെ കാര്യത്തിലും. നമ്മൾ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയണത് കേട്ടിട്ടുണ്ടല്ലോ. കണ്ട ഒരു കുട്ടി എന്തായാലും കുട്ടിയല്ല എഴുന്നേക്ക് നാളെ ട്യൂഷനിലേക്കുള്ള ഹോംവർക്ക് ഇരുന്ന് ചെയ്യണത് കാണണം കേട്ടോ. ഞാൻ ചീത്ത പറഞ്ഞതും ഓടി വന്നിട്ട് ഹോംവർക്ക് ചെയ്യായിരുന്നു കേട്ടോ. പക്ഷെ അവൾക്ക് അറിയാത്ത കാര്യങ്ങൾ കുണുക്കം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ കുണുക്കിന് അറിയണ കാര്യങ്ങളാണ് അവൾ എഴുതുന്നത്. അപ്പോൾ ആൻറ്റി, ബാറ്റ്, കാറ്റ്, അപ്പോൾ അത് കുണുക്കിനെ അവളെ സഹായിക്കാനും പറഞ്ഞു കൊടുക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ട്യൂഷൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കുണുക്കനോട് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ കുണുക്കിനെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുണുക്കിനും അറിവ് കിട്ടും. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ കുണുക്കൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെയാണ് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കുണുക്കിന് നാളെ സ്കൂളിലേക്ക് ചെയ്തു പോകാനുള്ള കുറച്ച് കാര്യങ്ങൾ ടീച്ചർ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആ പണി 8ൻ്റെ പണിക്ക് കിട്ടിയിട്ടാണ്. അപ്പോൾ ഇത് അവൻ്റെ കൂടെ വന്നു നിന്നിട്ട് ഞാനും സഹായിക്കട്ടെ. അവന് ഈ പറഞ്ഞ പോലെ വട്ടം വരച്ച് കഴിഞ്ഞാൽ വട്ടനല്ല ആവും, വേറെ എന്തെങ്കിലും. അപ്പോൾ അവൻ്റെ കൂടെ സഹായിച്ചു. ജസ്റ്റ് പനിയൊന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ മരുന്ന് കഴിച്ചതിൻ്റെ വൈകിട്ടോ. നാളെ അവർക്ക് സ്കൂൾ പോകാൻ പറ്റുന്നത് ദൈവത്തിനെ കണ്ടറിയാം കേട്ടോ. എനിക്ക് ഭയങ്കര തരാണ്, ഛർദ്ദിക്കാൻ വരികയാണ്. അത് തീരെ വയ്യ വിധത്തിലാണ് ഇവർ ഹോംവർക്ക് എന്ത് ഏൽപ്പിച്ചത്. എടുക്കാം നമുക്ക്. ഇതിൽ തുള്ളി വരുന്നുണ്ടാ? ഉറങ്ങാ. ബായ് പറഞ്ഞ എല്ലാവരോടും. നല്ല പോയ അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു വീഡിയോയുടെ ഒരു പീസുണ്ട്. ഞാൻ എണീക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഞാൻ ഒട്ടും പറ്റില്ല എന്ന് വിചാരിച്ച ആളാണ് എന്നേക്കാളും മുന്നേ എണീച്ചത്. അഞ്ഞേട്ട് രാവിലെ അഞ്ഞേട്ട് പരിപ്പ് കഴുകണം എത്തട്ടെ. ഞാനും എന്നോട് ഒരുമിച്ച് എണീച്ചത്. ഞാൻ അടുക്കളയിൽ എത്തുമ്പോൾ പല്ലേപ്പ് കാരണം കഴിഞ്ഞ് എത്തുമ്പോൾ ആ സമയമായിട്ടത്. ഇവിടെ കുണുക്കുമ്പോൾ ദോശയും സാമ്പാറും ചട്നി കഴിക്കുമ്പോൾ ഈ കാവൽ നിൽക്കട്ടെ, അമ്മ കുറച്ച് മതി ഈ പറയാൻ വേണ്ടിയിട്ട് അടുത്ത് വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ ചോറുണ്ട് കഴിഞ്ഞിട്ട് വേണം വേഗം കളിക്കാൻ പോകാത്ര. അപ്പം അങ്ങനത്തെ ചരങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ കുണിക്കുമ്പോഴും പറഞ്ഞിട്ട് അമ്മ കുറച്ച് ചോറ് മതി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവൾക്ക് സാമ്പാറായക്കാനും അവൾ ഹാപ്പിയാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് മുട്ട ഓംപ്ലേറ്റും പിന്നെ നമ്മൾ വഴുതനങ്ങ വറുത്തതിൽ ഇങ്ങനെ മീൻ വറക്കണ മസാലയൊക്കെ പറ്റി വറുത്തത്, അതൊരു പീസ് വഴുതനങ്ങ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അടിപൊളി സോയാബീൻ റോസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. അത് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചോറിനോ ചപ്പാത്തിക്കൊന്നും വേറെ കറികളോ ആവശ്യമില്ല. അത് കൂട്ടി ചോറ് കഴിക്കട്ടെ, ഭയങ്കര ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റട്ടെ. പിന്നെ ഇത് സാമ്പാർ മുരിങ്ങക്കായും വെണ്ടക്കായൊക്കെ കുണിക്കുമ്പോഴൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഓരോന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാം മറ്റു രാഷ്ട്രങ്ങളൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് എടുത്ത് വയ്ക്കുമ്പോൾ കുറച്ച് കുറവാണ്. എന്താ വെച്ചാൽ കുണിക്ക് നന്നായി കറി കൂട്ടും. സാമ്പാറൊക്കെ ആകുമ്പോൾ നല്ല മാതിരി ചോറ് ഒഴിച്ചിട്ട് കഴിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നിറയെ സാമ്പാർ കൂട്ടും, പാത്രത്തിൽ നിറയെ സാമ്പാർ ഒഴിച്ച് കൊടുത്തിട്ടാണ്. ഇതിൽ 2 ആൾക്കും ഭക്ഷണമൊക്കെ ആക്കി ഇതേ 2 ആളുടെ ഫുഡും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്താ വെച്ചാൽ വേഗം പാക്ക് ചെയ്ത് 2 ആളും മാറ്റി വെക്കട്ടെ, അല്ലെങ്കിൽ തെറ്റിയാൽ വെച്ചിട്ടേ. അപ്പോൾ ഇന്നലെ രാത്രി ആകുമ്പോൾ കഴുകി വെച്ച വാട്ടർ ബോട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ട് ഒന്ന് കുലുക്കി കളഞ്ഞുള്ളൂ, വേറെ കഴുകേണ്ടി വന്നില്ല. അപ്പോൾ നമ്മുടെ ജഗ്ഗിലൊക്കെ വെള്ളം നിറച്ച് ചുണ്ടുകൾക്ക് പോകണ നേരത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.